നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര വർഷങ്ങൾ കടന്നുപോയി ഞാൻ ജയേട്ടനോടൊപ്പം യാത്ര ചെയ്തിട്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല വീണ്ടും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന്, അതും അമ്പലത്തിലേക്ക്. ഇങ്ങനെ ഒരു നല്ല നാളെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരുപക്ഷെ ദേവി എനിക്ക് തിരികെ തരാൻ വേണ്ടി ദൈവവുമായിട്ട് ഒരുക്കിയ അവസരമായിരിക്കും ഇത്. നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര പൂജയിലൂടെ നിന്റെ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അമ്മയുടെ മനസ്സ് വലിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജേട്ടൻ ഒരു പാവ. മാധുരിയുടെ ഒരു ചതിയില് ജേട്ടൻ വീണു പോയതായിരിക്കും. അതുകൊണ്ട് പാവം ജേട്ടൻ എന്തൊക്കെ അനുഭവിച്ചു. ഒരു കടലോളം സ്നേഹം എനിക്ക് തന്നോളാം എൻ്റെ ദേവി. അത് തിരിച്ചറിഞ്ഞിട്ടും എനിക്കെൻ്റെ ദേവി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എന്തൊരു വിധി! നാളെ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നു. അതെ ദേവി, എത്ര കാലമല്ലേ ഒരുമിച്ചൊക്കെ പുറത്തേക്ക് പോയിട്ട്. സന്തോഷമല്ലേ? ആ നറുക്കെടുപ്പിൽ നമ്മുടെ രണ്ടുപേരുടെയും പേരുകൾ എഴുതിയിട്ടത് ആരാണ്? ദേവിയാണോ? ഞാനല്ല. നാളത്തെ ഒരു ദിവസത്തെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. ദേവിക്കും മീനാക്ഷി പോലെ പോലെ അമ്മ പോവണ്ട. ഞാനേ അബദ്ധത്തില് വന്നതാ. ഇനി കട്ടുറുമ്പാവില്ല. ഞാൻ വേഗം തിരിച്ചു പോയിക്കോളാം. നീ പോവണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.